എൻ്റെ പേര് ഫെബിന മൻസൂർ. ഞാൻ കാലിക്കറ്റിൽ നിന്ന് വരുന്നു. ഇന്ന് നമുക്ക് തന്നിട്ടുള്ള തീം എന്താ വെച്ചാൽ സീ ഫുഡ് ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയക്കൂറാണ്. ഇത് നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് മുളക് പൊടിയും, കുറച്ച് സാൾട്ട്, കുറച്ച് മഞ്ഞളുടെ പൊടി, കുറച്ച് പെപ്പർ, കുറച്ച് ലൈം ഒഴിക്കണം, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മും. മീനെ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. കുറച്ച് ജിഞ്ചറും ഗാർലിക് പേസ്റ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അത് ഞാൻ തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്യുന്നത്. ഓണായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഓൾ സ്പൈസസ് ഇടാം. ഏലക്ക, 2-3 ഗ്രാമ്പു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ നമുക്ക് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം. വെള്ളത്തിന് ഞാൻ കോക്കനട്ട് മിൽക്കാണ്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്കിതിലോട്ട് ഇത് വഴനയിലാണ്. വഴനയില റൈസിൻ്റെ കൂടെ കിട്ടാൻ നല്ലൊരു ടേസ്റ്റാണ്. അത് ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് തേങ്ങാപ്പാലാണ്. അതിലോട്ട് നമുക്ക് ഈ അരി ആഡ് ചെയ്യാം. ഹലോ ഹലോ, ഞാനിവിടെ അയക്കൂറ ബിരിയാണി, ഫിഷ് അത് വാഴയിൽ കിഴിയാക്കിയിട്ടാണ് സ്റ്റീം ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ റൈസ് കോക്കനട്ട് മിൽക്കിലാണ് ഉണ്ടാക്കുന്നത്, വേവിക്കുന്നത്. ഇത് റൈസ് എന്താ കൈമയാണോ? കൈമ സാധനം. ഇത് തേങ്ങാപ്പാലിലാണോ? തേങ്ങാപ്പാലിൽ. മസാല ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളിയിലാണ്. എല്ലാ രീതിയിലും സ്വാദ് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ചെറിയുള്ളിയും പിന്നെ അതിൽ പിന്നെ കുറച്ച് ഇലകളും ആഡ് ചെയ്യുന്നുണ്ട്. മുരിങ്ങയിലൊക്കെ വെറൈറ്റി. പിന്നെ മൊത്തം ഇതാക്കിയിട്ട് വാഴയില കിഴിയിട്ടിട്ട് കിഴി ബിരിയാണി ആക്കും ഫൈനലി. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഫിഷ് അധികം മൊരിയിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഈ മസാലയൊക്കെ റെഡിയാക്കുന്നത്. അതുപോലെ മസാലയിൽ ഞാൻ അധികം ചെറിയുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബിരിയാണീൻ്റെ കൂടെ ഒരു ഗാവ ലാസ്റ്റ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പിന്നെ കുറച്ച് ഗാവ പൗഡറാണ്. അതിൽ ഒരുപാട് മിക്സ്ഡ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പൗഡറാണ്. അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഫിഷ് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും മാറ്റി വെക്കാം. ഈ പൊരിച്ചിട്ടുള്ള എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. അതിന് ചെറിയുള്ളിയാണ് യൂസ് ചെയ്തത്. കുറച്ച് ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാം. കുറച്ച് നെയ്യും ആഡ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ്, പിന്നെ കുറച്ച് തക്കാളി, കുറച്ച് ലൈം ആഡ് ചെയ്യാം. കുറച്ച് ഗരം മസാല പൗഡർ, കുറച്ച് മഞ്ഞളുടെ പൊടി, ഇതിൽ കുറച്ച് മുരിങ്ങയില ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണി അതിനെക്കൊണ്ട് ആഡ് ചെയ്താണ്.
അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഹെൽത്തി ആണല്ലോ, നമുക്കത് വയറ്റിലെത്തിയാൽ നല്ലതാണല്ലോ. ഇത്തിരി കേട് യൂസ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഈ പൊടിഞ്ഞ മീനൊക്കെ ഈ മസാലയോട്ട് പൊടിച്ചിടാം. പിന്നെ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഹലോ, എന്തായി? തീരാറായി വരുന്നു. ഏകദേശം റൈസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ആ സ്റ്റേജിലാണ് കേട്ടോ. അവിടെ മസാല ഏകദേശം ready. ഇത് ഫുള്ള് ചെറിയ ഉള്ളിയാണ്. കൊച്ചുള്ളിയും പിന്നെ കുറച്ച് മുരിങ്ങയില ഇട്ട്. പറഞ്ഞല്ലോ, മുരിങ്ങയില ഇടുന്നു. അതാണ് വേരിയേഷൻ ചെയ്തു. ഓക്കെ, ഫിഷൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞു. ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചു. ഇത് ഫിഷ് മാത്രമാണ് എക്സ്ക്ലൂസീവ് അല്ലേ? അതെ. അവിടെ കൊഞ്ച്, ഇവിടെ ഫിഷ്. അപ്പോൾ നടക്കട്ടെ. ഓക്കെ, നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള കുറച്ചൊരു വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അതും ഞാനിതിലോട്ട് ആഡ് ചെയ്തു. ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ഓരോരോ ടിപ്സാണത്. മസാല റെഡി ആയിട്ടുണ്ട്, നമുക്കത് ഇറക്കി വെക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാനോ. ഫസ്റ്റ് നമുക്ക് മസാല വെക്കാം. പ്രസൻറ്റേഷൻ്റെ സ്റ്റേജ് നോക്കൂ. റെസിപ്പിയൊക്കെ സെറ്റായിട്ട് വെച്ച് ഇത് കോമ്പറ്റീഷനൊക്കെ പോയി നല്ല ശീലമുള്ള ആളാണ്, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ദമ്മിലാണ് കിഴിയാക്കിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട്. കിഴിയാക്കിയിട്ട് സ്റ്റീം വീണ്ടും ഒന്ന് ആവി കയറ്റാനായിട്ട്. ചെറിയ കിഴിയാ, വലിയ കിഴിയായിരിക്കും അല്ലേ? വലിയ കിഴിയാ. പാത്രം നിറഞ്ഞ കഴിയാണ്, റൈസും എല്ലാം കൂടി വരും. കെട്ടണ്ടേ ലാസ്റ്റ്? കെട്ടണം, പക്ഷേ അത് വാഴണ്ടല പിന്നെ സ്റ്റീം ചെയ്യാത്തതിനെ കൊണ്ട് കെട്ടാൻ കഴിഞ്ഞില്ല. അത് ഇനി പറ്റുമല്ലോ, വാടി കിട്ടും. ഒരു പെട്ടെന്ന് എടുത്ത് കൊണ്ടു തന്നാ രണ്ടാമത്. രണ്ട് പ്രാവശ്യം അല്ലേ? ആദ്യത്തെ ശരിയായില്ല, പിന്നെ ബാക്കി അടിയിൽ വേറെ വെച്ചു അല്ലെ, സ്റ്റീം ചെയ്തിട്ട്, എന്നിട്ട് വീണ്ടും കിട്ടി. ഓക്കെ, ഞാനിതെങ്ങനെ അറിഞ്ഞതാണ്, എല്ലാം കണ്ടു. അങ്ങനെ നമ്മുടെ വാഴയിൽ കിഴികെട്ടിയ അയക്കോറിൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം.